ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗിൽ ചെറിയ സങ്കടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഉച്ച ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഞങ്ങൾ ലൂണിനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാൻ ഇറങ്ങലാന്ന്. ഇവൻ്റെ ഹെയർ നല്ലപോലെ പോയിന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഏതെല്ലോ ഭാഗങ്ങളിലായിട്ട് നല്ലപോലെ പോയിട്ടുണ്ട് കേട്ടോ. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവനാണെങ്കിൽ ഇപ്പം അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല. പിന്നെ എടുക്കുന്നതൊന്നും ഇഷ്ടമാകുന്നില്ല. ആദ്യമല്ലേ നമ്മളിങ്ങനെ എടുത്ത് അവനിങ്ങനെ തടി കൊടുക്കുമ്പോഴും അങ്ങനെ നിൽക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. എന്നെയൊന്നും ഇപ്പോൾ തൊടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെയും ഹംദൻ്റെ അടുത്ത് ഹംദ എടുക്കുമ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ അവൻ കഴിക്കും, എടുക്കാനെല്ലാം വിടുന്നുണ്ട്. പിന്നെ 3 മണി വരെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും റുഫീസിയും കൂടിയാണ് കേട്ടോ പോകുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ലൂണനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് ലൂണൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മുന്നേ ഇങ്ങനെ ലൂണൻ്റെ ഓരോ വീഡിയോ ഇടുമ്പോഴില്ലേ അതിൻ്റെ താഴെ കമൻറ്റ് ഇങ്ങനെ വരുത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഇരുട്ടിയിലിങ്ങനെ വന്നിട്ട് ഗ്രൂമിങ് ചെയ്യുമ്പോൾ നല്ലപോലെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടേനു, ഷോർട്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ. അന്നേരം എനിക്ക് കമൻറ്റ് വന്നിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അന്നേരം നമുക്ക് കറക്റ്റ് അറിയില്ലേനു. പക്ഷേ നമ്മളവിടെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയവരോ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണോ ഇപ്പോൾ നല്ലപോലെ ഹെയർ പോയതിനെന്നെല്ലാം നമ്മൾ വിചാരിച്ചിന്. പിന്നെ അങ്ങനെ കാണിച്ചു തരാം. അവർ പുറത്തുനിന്ന് നമുക്ക് സിറിഞ്ച് വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ അന്നേരം പറഞ്ഞ് ചെറിയ ഇൻഫെക്ഷനാണ്, പേടിക്കാനൊന്നുമില്ല, നല്ല പോലെയൊന്നും ആയിട്ടില്ല. ഇപ്പം എന്താ പറയുക, കൂടുതൽ സ്ഥലത്തൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞിന്. സത്യം പറയുകയാണെങ്കിൽ ഇതിലും വലിയ പേടി എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. ഇഞ്ചക്ഷൻ വെക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. വെക്കുന്ന കാണാനും പേടിയാണ് കേട്ടോ. ഇതിപ്പം വേറെ ആരും പിടിച്ചു കൊടുക്കാനില്ല, ഞാൻ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടിച്ചു കൊടുത്തിന് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഹംദക്ക് തന്നെ എന്തെങ്കിലും ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് കൊണ്ടുപോകല്. എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോക്കാന്നേട്ടാ. ഇനി 3 ആഴ്ച ഇതുപോലെ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകണം, എന്നാലേ ഇത് കറക്റ്റ് റെഡിയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു മരുന്നും വാങ്ങാനുണ്ട് ലൂണൊക്കെ. അതും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോക്കാന്ന്. അഴിച്ചിൻ ഉള്ളവരാണ് നമ്മളിങ്ങനെ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറേ ആയില്ലേ. അപ്പോൾ ഏതായാലും അതും കൂടി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇവിടെ വന്നായില്ലേ പെട്ടെന്നൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം റെഡിയായിട്ട് അവർ സെറ്റാക്കി തരുത്തുണ്ട്. പക്ഷെ ഇന്ന് നല്ല ലേറ്റായിന് കേട്ടോ. നല്ല ടൈം എടുത്തിട്ടുണ്ടേനു. ആ സമയത്ത് നമ്മൾ ബോറടിച്ചിട്ട് കുറേ ഫോട്ടോവും വീഡിയോവും എന്തൊക്കെയോ എല്ലാം എടുത്തിട്ടുണ്ടേനു. പിന്നെ ഇനി ഹംദനെയും കൂട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകാൻ. ഓള് മെയിനായിട്ട് ഇരുട്ടിയിൽ വരാൻ തന്നെ കാരണം ഓള് എപ്പോഴും എന്നോട് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പറയലുണ്ട്. അതേതായാലും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇരുട്ടിന്ന് കൂട്ടാം, എന്നിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയിട്ട് സാധനമെല്ലാം വാങ്ങിയിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിയുമ്പോഴേക്ക് തന്നെ ഹംദ വരാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ടേനു. പിന്നെ ലൂണക്കുള്ള ഫുഡ് വാങ്ങണം. 1-2 ദിവസം മുമ്പാണ് ഞാൻ വന്നിട്ട് ഫുഡ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ
കഴിക്കുന്ന വേറെ സിപ്പപ്പും വേറെ ഫുഡെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ലൂണനെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. അടുത്ത ഡോക്ടർ പറഞ്ഞത് നമ്മൾ വീട്ടിലെ ചോറെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം കൊടുക്കണം. അതെല്ലാം നല്ല ഈ കാറ്റിൻ്റെ ഫുഡ് മാത്രം കൊടുത്താൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ അറിവിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫുഡാണ് കൊടുക്കൽ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെ അത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഹംദ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിന്. അപ്പോൾ ഓളെ പോയി കൂട്ടി ഇനിയിപ്പോൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനായിട്ടാ. ഇനിയിപ്പോൾ എന്തെല്ലാം വാരി എടുക്കുന്നത് തന്നെ അറിയില്ല. പിന്നെ ഒരു ദിവസമല്ലേ, കുറേ ദിവസമായി ഓളിങ്ങനെ പറയുന്നത് എന്നെ കൊണ്ടുവിടണം അല്ലെങ്കിൽ കൂട്ടാൻ വരണം, എന്നിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം, സാധനം വാങ്ങണം എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന് ഏതായാലും അത് നടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഓളെ വെയിറ്റാക്കി നിന്നേന്ന് കേട്ടോ. കറക്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപാടും വന്നോ, ഇപ്പോൾ 5 മണിയെല്ലാം ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇവിടെ കൂട്ടിപ്പോയി എന്ന് വിചാരിച്ച് എല്ലാ സാധനവും ഒന്നും വാരി എടുക്കൂല കേട്ടോ. അപ്പോൾ എടുത്താൽ തന്നെ ഞാൻ പറയും ഇതൊന്നും പറ്റൂല, ഏതെങ്കിലും ഒന്ന് രണ്ടായിട്ട് എടുക്കാൻ പറ്റൂ, ഫുള്ളൊന്നും എടുക്കാൻ സമ്മതിക്കൂല എന്നെല്ലാം പറഞ്ഞാൽ അത്യാവശ്യം വേണ്ടുന്ന സാധനം മാത്രം കയ്യിലെടുത്തിട്ട് ബാക്കിയെല്ലാം അവിടെ വെക്കും കേട്ടോ. പിന്നെ ഇന്ന് വീട്ടിൽ വിളിച്ചേരം ഉമ്മ പറഞ്ഞ് എന്തെങ്കിലും ബർഗറായിട്ട് ഉണ്ടാക്കാം, അപ്പോൾ അതിന് വേണ്ടുന്ന സാധനം വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ അതിൻ്റെ ബർഗറിൻ്റെ സോസ് ഉണ്ടാവില്ലേ, അത് നോക്കിയെടുക്കലാന്ന് കേട്ടോ. രണ്ടെണ്ണം പോരാ. ഓ പിന്നെ അന്ത എന്തെങ്കിലും ഒരു ടോയ് വേണം, കളിക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേനു. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ചെറുത് വാങ്ങിക്കൊടുക്കാം, പക്ഷെ അവിടെ ഉള്ളതെല്ലാം വലുതാണ് കേട്ടാ. അങ്ങനെ ലാസ്റ്റ് ഓളൊരു സാധനം എടുത്തിട്ട് എന്നോട് പറഞ്ഞ് ഇത് വാങ്ങാം അമ്മ, ഇത് ചെറുതാന്ന് പറഞ്ഞ്. നോക്കുമ്പം മണി ബോക്സില്ലേ അതാണ് കേട്ടാ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അതന്നെ വാങ്ങിക്കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്കാന്നേട്ടാ. പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല ലേറ്റ് ആയിട്ടുണ്ടേനു. പിന്നെ ഹംദ സ്കൂളിൽ നിന്ന് വന്നല്ലേ, അപ്പോൾ ഓക്ക് നല്ലപോലെ ടയേർഡായിട്ടുണ്ടേനു കേട്ടോ, ഉറങ്ങിപ്പോയിട്ടുണ്ടേനു പോകുന്ന വഴിക്ക്. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അങ്ങനെയെല്ലാമായി. പിന്നെ വീട്ടിലെത്തിയിട്ട് ഉമ്മ ചായക്ക് അട ഉണ്ടാവില്ലേ, മധുരമുള്ള, അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ള. പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാണ്ടാന്ന് പോയിട്ടില്ല, ചോറൊന്നും കഴിച്ചിട്ടില്ലേനു. പിന്നെ വന്നിട്ട് സമയം കുറേ ആയില്ലേ, അപ്പോൾ നമ്മളാരും കഴിച്ചില്ല. അങ്ങനെ ഉമ്മ ഇത് ഉണ്ടാക്കിയോണ്ട് അത് കഴിച്ച്. രാത്രിക്കേക്ക് പിന്നെ എന്തെങ്കിലും ബർഗറായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാറ്റീസ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഫ്രൈ ചെയ്ത് എടുക്കലാന്നേ.
പിന്നെ ഇപ്പോൾ നല്ലപോലെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് വർക്കൗട്ടെല്ലാം ചെയ്തിട്ട് ഡയറ്റിലെല്ലാം നിൽക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഡയറ്റിൽ നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഫുഡ് കഴിക്കും വർക്കൗട്ട് ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരവസ്ഥ. നല്ല പോലെയല്ല എന്നാലും നമുക്കിപ്പോൾ ഒറ്റയടിക്ക് എല്ലാം അങ്ങ് ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ച് കുറച്ചായിട്ട് ഞാനെല്ലാം ഒന്ന് ഒഴിവാക്കി ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കലാണേ. പിന്നെ ഞങ്ങൾ എന്തെല്ലോ ഉള്ള സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വാങ്ങിയത് ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ലേനു. അങ്ങനെ ബേക്കറിയിൽ പോയാലോ എന്താ പറയുക ബ്രെഡും പിന്നെ കുറേ സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അത് നമ്മൾ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് സമൂസ ഇല്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ആ കാര്യം അങ്ങ് വിട്ടുപോയി. വൈകുന്നേരം ഉമ്മ അടയാക്കിക്കൊണ്ട് അതങ്ങ് കഴിച്ച്. പിന്നെ ഇപ്പം ഞാൻ വെറുതെ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ സംഭവം കണ്ടിന്. ഏതായാലും നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, സമൂസ വാങ്ങിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ആ കാര്യം അങ്ങ് വിട്ടുപോയി കേട്ടാ. ഇനിയിപ്പോൾ ഏതായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇല്ലേ എവിടെയെങ്കിലും പോയാലേ തിരിച്ച് വീട്ടിലെത്താൻ നല്ല ലേറ്റാവും. അതിപ്പോൾ നമ്മൾ കസിൻസായിട്ട് പോയാലും കുറേ നേരം ഒരു സാധനം എടുക്കണ്ടെങ്കിലും കുറേ നേരം നോക്കി നിന്ന് അവിടെ ഇവിടെയെല്ലാം പോയി കയറി ഇറങ്ങിയിട്ട് എത്തുമ്പോഴേക്ക് നല്ല ലേറ്റ് ആകലുണ്ട്. അങ്ങനെ ഫ്രൈസ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ പാറ്റീസാണേ. എനിക്ക് പൊതുവേ ഇല്ലേ ബർഗറിനോട് വലിയ താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ. ഉമ്മാക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ ഏതായാലും ഇങ്ങനെ രാത്രിക്ക് സിമ്പിളായിട്ട് ആക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കുന്നതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറേ സാധനമൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. വീട്ടിൽ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആകെ വാങ്ങിയത് ബർഗറിൻ്റെ സോസാണ്. പിന്നെ എന്നോട് കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാം ഓക്കെയാണ്, സംസാര ശൈലി ഒന്ന് മാറ്റിക്കൂടെയെന്ന്. ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ ഞാൻ ഈ സൗണ്ട് വോയിസ് കൊടുക്കുന്നുള്ളത്. പിന്നെ ഓവറായിട്ട് പറയേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. മുന്നേ ഫസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങിയപാടും തന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ അറിയൂ. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഇത് തന്നെയാണ് ബെറ്റർ, നിങ്ങളെങ്ങനെയാണോ അതുപോലെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഓവറായിട്ട് എന്താ പറയുക ഞാൻ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇൻസ്റ്റയിൽ റീലായിട്ട് ഇടുമ്പോൾ എല്ലാം ഞാൻ 1-2 റീലിന് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം പറയുന്നുണ്ട് ഞാൻ വേറെ ആളെ സൗണ്ട് കോപ്പി അടിച്ച് ചെയ്യുന്നതാണ്, എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്, എൻ്റെ ശൈലി ഇങ്ങനെയാണ്, അപ്പോൾ വേറെ ആളെ കോപ്പി അടിച്ച് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. ഞാനെങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു ശൈലിയിലാണ് ഞാൻ എടുക്കുന്നത്, അങ്ങനെയുള്ളതാണ്. അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാൻ മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് പോവും. അപ്പോൾ ഞാൻ സൗണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴല്ലോ വോയിസ് കൊടുക്കുമ്പോഴല്ലോ അത് നിങ്ങൾക്ക് അതുപോലെ അവരെ പോലെ ഞാൻ ശ്രമിക്കുകയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വേറെ ആളെ എന്താ പറയുക ആ ഒരു രീതിയിലൊന്നല്ല വീഡിയോ ചെയ്യുന്നുള്ളത്. അതിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരും പറയുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേരെങ്കിലും അങ്ങനെ എനിക്ക് കമൻ്റായിട്ടും എല്ലാം വന്നിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ടൊരു ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഞാൻ ലാസ്റ്റ് ചീസ് വെക്കാൻ മറന്നുപോയത് ഓർത്തത്. അങ്ങനെ അതും കൂടി വെച്ചിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് ഇതിൽ വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ തട്ടിക്കൂട്ടി ബർഗറെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പീസാണ് കേട്ടോ കഴിച്ചിട്ടുള്ള, ഒരു ബർഗർ ഫുള്ളായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ താങ്ക് യു, ബൈ.